നോക്കാൻ പോകുന്നത് മാത്സ് ആണ്. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റാണ് മാത്സ്. 4ാം ക്ലാസ് കുട്ടികളുടെ മാത്സിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ നോക്കുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം, ഗുഡ് റീഡിംഗ്. As a part of Good Reading, Good Learning, Good Life program, 4 libraries donated money to LPS Puvapuzha. The table below shows the amount collected from each library. How much did each library give? ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് 4 ലൈബ്രറി മണി കളക്ട് ചെയ്തിട്ടുണ്ട്, ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മണീൻ്റെ വിവരമാണ് ഇവിടെ ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ടോട്ടൽ എത്ര കൊടുത്തിരിക്കുന്നതെന്ന് നോക്കാം. ആദ്യത്തെ ലൈബ്രറി, പുലരി ലൈബ്രറി, 2000 റുപ്പീസിൻ്റെ 2 നോട്ട്സ്, 100 റുപ്പീസിൻ്റെ കൊടുത്തിട്ടില്ല, 10 റുപ്പീസിൻ്റെ 8 നോട്ട്, 1 റുപ്പീസിൻ്റെ 5 നോട്ട്, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 × 2 4,000 പ്ലസ് 85 റുപ്പീസ്, 4085 റുപ്പീസാണ് പുലരി ലൈബ്രറി കൊടുത്തത്. പുഞ്ചിരി ലൈബ്രറി കൊടുത്തത് 2000 ഇല്ല, 700 നോട്ട്സ്. അപ്പോൾ 700 പ്ലസ് 10 റുപ്പീസിൻ്റെ 1 നോട്ട്, 1 റുപ്പീസ് നോട്ട്. അപ്പം 718. നമുക്ക് മൂന്നാമത്തെ ലൈബ്രറി അറിവ് ലൈബ്രറിയാണ്. 2000 റുപ്പീസ്. അപ്പോൾ 6000 പ്ലസ് 600 പ്ലസ് 140 പ്ലസ് 2 റുപ്പീസ്. അപ്പോൾ ടോട്ടൽ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 6742 റുപ്പീസ് ആണ് കിട്ടുന്നത്. അടുത്തത് ഉണർവ് ലൈബ്രറി, 2000 1 നോട്ട്. അപ്പോൾ 2000 പ്ലസ് 100ൻ്റെ 12 നോട്ട്സ്. അപ്പോൾ 100ൻ്റെ 12 നോട്ട് വരുമ്പോൾ എത്രയാണ് വരിക? 1200. അപ്പോൾ 2000 പ്ലസ് 1200, 3200 പ്ലസ് 10 റുപ്പീസ്. അപ്പോൾ 50. 3254 റുപ്പീസാണ് വരുന്നത്. വിച്ച് ലൈബ്രറി ഗേവ് മോർ മണി? ഇതിൽ ഏത് ലൈബ്രറിയാണ് കൂടുതൽ പൈസ കൊടുത്തിരിക്കുന്നത്? മോർ മണി. യെസ്, 6000 വരുന്നുണ്ട് അല്ലേ, അറിവ് ലൈബ്രറി. അപ്പോൾ ഹൗ മച്ച് ഡിഡ് ദേ ഗീവ്? 6742 റുപ്പീസാണ് വരുന്നത്. Which of the following is not equal to 4538? Find and circle it. 4538 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ ഓപ്ഷൻ നോക്കുമ്പോൾ 4000 പ്ലസ് 500, 4500 പ്ലസ് 38, 4538 കറക്റ്റാണ്. രണ്ടാമത്തെ 4500 പ്ലസ് 38, 4538, അതും ശരിയാണ്. മൂന്നാമത്തെ 453 പ്ലസ് 8 ആണ് വരുന്നത്. അപ്പോൾ അതിൽ 4000 വരുന്നില്ല. അപ്പോൾ അത് സെയിം അല്ല, തെറ്റായ ഉത്തരം ആണ്. അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷനാണ് സർക്കിൾ ചെയ്യേണ്ടത്. എല്ലാവർക്കും മനസ്സിലായല്ലോ? മാത്സ് എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിച്ച് നമ്പേഴ്സ് എഴുതാൻ ശ്രദ്ധിക്കണം. ഒരു നമ്പർ തെറ്റിയാൽ മാത്സിൽ മൊത്തത്തിൽ തെറ്റിപ്പോകും.